അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു സുനീസ് കിച്ചൻ. നമുക്കൊന്ന് ഇവിടെ നല്ല നെയ്മീൻ കറിയും നെയ്മീൻ വറുത്തതും ആയാലോ. നമുക്ക് മീൻ പൊരിക്കാനുള്ളതിലേക്ക് മസാല തേച്ച് വയ്ക്കാം. ഈ മസാലയുടെ റെസിപ്പി മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തേച്ച് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ മീനിൽ പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കറി റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മളൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൽ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാത്രം ഉലുവയും വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ബൗള് ചെറിയുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 പല്ല് വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരട്ടെ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ കറിക്ക് എന്തായാലും വലിയ ജീരകം ഇടണം കേട്ടോ, അപ്പോൾ തന്നെ നല്ലൊരു മണം ഉണ്ടാവുള്ളൂ. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണിൻ്റെ താഴെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഏറ്റവും കുറഞ്ഞിരിക്കണം. ഇതിലേക്ക് കുറച്ച് മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു മുറി തേങ്ങയാണ് അരച്ച് വെച്ചിട്ടുള്ളത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തതാണ്, പിഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് കറിയുടെ അളവ് പാകമാക്കി എടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി നല്ല ചാറൊക്കെ വെന്ത് കുറുകിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. മീനൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ മീൻ കറി ഇവിടെ നന്നായിട്ട് മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വേണ്ട, നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട്. മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കാം. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമ്മുടെ മീൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീനെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പുറം നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്കൊന്നും കൂടി അടച്ചു കൊടുക്കാം. നമ്മുടെ മീൻ 2 പുറം നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മഴയുള്ള സമയത്തെ നല്ല ചൂടുള്ള ചോറും നല്ല നെയ്മീൻ കറിയും മീൻ പൊരിച്ചതും അടിപൊളി ടേസ്റ്റാട്ടോ. നല്ല കോമ്പിനേഷനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ മീൻ കറി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിനോടൊപ്പം തന്നെ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.